ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 സെറ്റ്സിൽ എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. If a equal to x such that x is a natural number, b x is an even natural number, c x is an odd natural number, d x is a prime number. Find a intersection b, a intersection c, a intersection d, b intersection c, b intersection d and c intersection d. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി കാണണം. അതിന് വേണ്ടിയിട്ട് ഈ ABCD എന്ന് പറയുന്ന സെറ്റുകളൊന്നും എഴുതാണ് ഞാൻ. എ എന്ന് പറയുന്നത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്നാണ്. ഓക്കെ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 എക്സെട്ര. ദെൻ ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 4 6 8 എക്സെട്ര. 2 4 6 8 എന്ന് പറയുന്നത്. ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 3 5 7 എന്ന് പറയുന്നതാണ് ഓഡ് നാച്ചുറൽ നമ്പർ. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പറിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അഥവാ 2 3 5 7 11 എന്ന് പറഞ്ഞു പോകുന്ന അതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ABCD ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എ നാച്ചുറൽ നമ്പർ ആണ്, 1 2 3 4 5 എന്ന് പറഞ്ഞു പോകും. ബി 2 4 6 8 10 12 എന്ന് പറഞ്ഞു പോകും. സി 1 3 5 7 9 11 എന്ന് പറഞ്ഞു പോകും. ഡി 2 3 5 7 11 13. എല്ലാ സെറ്റും എഴുതിയിട്ടുണ്ട്. ആദ്യം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയും. എയിലുള്ളത് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ? 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പർ ഇതിൽ പെടും. ബിയിലാണെന്നുണ്ടെങ്കിലോ 2 4 6 8 10 എന്ന് പറയുന്ന ഈവൻ നാച്ചുറൽ നമ്പർ ആയിരിക്കും വരിക. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പറുകൾ ഏതാണ്? ഈവൻ നാച്ചുറൽ നമ്പർ അല്ലേ? 2 4 6 8 10 അല്ലെ? ഇതാ 1 ഇല്ല, 2 ഉണ്ട്, 3 ഇല്ല, 4 ഉണ്ട്, 5 ഇല്ല, 6 ഉണ്ട്, 7 ഇല്ല. ഓക്കെ, അപ്പോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? 2 4 6 8 10 12 എക്സെട്ര ആണ് വരിക. അഥവാ നമ്മളുടെ ഈവൻ നാച്ചുറൽ നമ്പർ സെറ്റ് ബി. ഓക്കെ, ദെൻ എ ഇന്റർസെക്ഷൻ സി. എയും സിയും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എ എന്ന് പറയുന്നത് 1 2 3 4 5 6 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ്. സി എന്ന് പറയുന്നത് 1 3 5 7 9 11 എന്ന് പറയുന്ന നമ്പർ ആണ്. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 1 ഉണ്ട്, 2 ഇല്ല, 3 ഉണ്ട്, 4 ഇല്ല, 5 ഉണ്ട്, 6 ഇല്ല. അപ്പൊ ഈവൺ നമ്പർ ഒന്നുമില്ല, എല്ലാ ഓഡ് നമ്പറും ഉണ്ട്. അതേതാ സെറ്റ്? സി അല്ലേ? അഥവാ 1 3 5 7 9 11 എന്ന് പറയുന്നത് സെറ്റ് സി. ദെൻ എ ഇന്റർസെക്ഷൻ ഡി. എ ഇന്റർസെക്ഷൻ ഡി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സും മാത്രം. അപ്പോ 1 ഇല്ല, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഇല്ല, 5 ഉണ്ട്, 6 ഇല്ല, 7 ഉണ്ട്. അങ്ങനെ ഇതിലുള്ള പ്രൈം നമ്പറുകളെല്ലാം നാച്ചുറൽ നമ്പർ. എല്ലാ പ്രൈം നമ്പറും നാച്ചുറൽ നമ്പറാണ്. എല്ലാ പ്രൈം നമ്പറും എന്താണ്? നാച്ചുറൽ നമ്പറാണ്. അപ്പൊ പ്രൈം നമ്പറുകളൊക്കെ എവിടെ ഉണ്ടാവും? നാച്ചുറൽ നമ്പറിന്റെ സെറ്റിൽ ഉണ്ടാവും. അപ്പൊ എ ഇന്റർസെക്ഷൻ ഡി എന്താണ്? ഡി ആണ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ബി രണ്ടാമത്തെ സെറ്റ്, എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് സി രണ്ടാമത്തെ സെറ്റ്, എ ഇന്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് ഡി രണ്ടാമത്തെ സെറ്റ്. അങ്ങനെയല്ല. നാച്ചുറൽ നമ്പർ, ഓഡ് നമ്പർ, ഈവൺ നമ്പർ, പ്രൈം നമ്പർ എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലോട്ട് ചിന്തിക്കുന്നത് തന്നെ. ഓക്കെ, ഫസ്റ്റത്തേൽ നാച്ചുറൽ നമ്പറും ഈവൺ നമ്പറുമായിരുന്നു. അപ്പോൾ എല്ലാ ഈവൺ നമ്പറും എന്താണ്? നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ടാണ് എ ഇന്റർസെക്ഷൻ ബി എന്ത് വന്നത്? ബി തന്നെ വന്നത്. കാരണം ഈവൺ നമ്പറും ആവണം, നാച്ചുറൽ നമ്പറും ആവണം. അത് ഈവൺ നമ്പർ അല്ലേ? രണ്ടാമത്തെ എ ഇന്റർസെക്ഷൻ സി വരാൻ കാരണം എന്താ? ഓഡ് നമ്പറിന്റെ സെറ്റാണ് സി എന്ന് പറയുന്നത്. എല്ലാ ഓഡ് നമ്പറും എന്താണ്? നാച്ചുറൽ നമ്പറാണ്. എല്ലാ ഓഡ് നമ്പറും എന്താണ്? നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ടാണ് എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്ത് തന്നെ വന്നത്? സി തന്നെ വന്നത്. കാരണം എല്ലാ ഓഡ് നമ്പറും ഏതിൽ പെടും? നാച്ചുറൽ നമ്പറിൽ പെടും. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാ? ഓഡ് നമ്പറുകളാണ്. ദെൻ മൂന്നാമത്തത് എ ഇന്റർസെക്ഷൻ ഡി എന്നാണ്. എല്ലാ പ്രൈം നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 2 3 5 7 11 13 17 എന്നൊക്കെ പറഞ്ഞു പോകുന്ന എല്ലാ പ്രൈം നമ്പേഴ്സും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ പ്രൈം നമ്പറുകളൊക്കെ എവിടെ പെടും? നാച്ചുറൽ നമ്പറിൽ പോകും. നാച്ചുറൽ നമ്പറിൽ പോകും. അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ നമ്പറിന്റെയും പ്രൈം നമ്പറിന്റെയും സെറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആരെടുത്താൽ മതി? പ്രൈം നമ്പറിനെ എടുത്താൽ മതി. ഓക്കെ, ഇനി നാലാമത്തെ നോക്കാം നമുക്ക്.
ആദ്യം അതൊക്കെ ഒന്ന് മായ്ക്കട്ടെ കേട്ടോ. ഇനി നാലാമത്തത് ബി ഇന്റർസെക്ഷൻ സി എന്നാണ്. ബി നോക്കി 2 4 6 8 10 ആണ്. സി എന്ന് പറയുന്നത് 1 3 5 7 9 ആണ്. അഥവാ ബി എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ഈവൺ നമ്പർ ആണ്. സി എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. എല്ലാ ഈവൺ നമ്പറും ഓഡ് നമ്പറിൽ ഉണ്ടോ? ഇല്ല. ഒരു ഈവൺ നമ്പർ ഏതിലുണ്ടാവില്ല? ഓഡ് നമ്പർ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു ഓഡ് നമ്പറും ഏതിൽ പെടില്ല? ഈവൺ നമ്പറിൽ പെടില്ല. അപ്പൊ പിന്നെ അതിന് ഓഡ് നമ്പർ എന്ന് പറയില്ലല്ലോ. ഓക്കെ, അപ്പൊ ബി ഇന്റർസെക്ഷൻ സിയിൽ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അത് എം ടി സെറ്റ് ആണ്, അഥവാ 5 ആണ്. ഓക്കെ, ആരില്ലെങ്കിൽ അതിനെ നമ്മൾ പറയാം എം ടി സെറ്റ് അല്ലെങ്കിൽ 5 എന്നാണ് പറയാം. ഇനി അഞ്ചാമത്തെ നോക്കാം. നമുക്കിതൊന്ന് മായ്ക്കട്ടെ. ഈ എഴുതിയത് ഞാനൊന്ന് മായ്ക്കട്ടെ. ഡൺ. അഞ്ചാമത്തത് ആരാണ്? ഒന്ന് ബിയും ഒന്ന് ഡിയുമാണ്. ബിയും ഡിയുമാണ്. ബിയും ഡിയും. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിൽ 2 4 6 8 10 ആണ്. ഇവിടെ ഡി എന്ന് പറയുന്ന സെറ്റിൽ 2 3 5 7 11. ഞാൻ ഇതിന്റെ ഇന്റർസെക്ഷൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഇന്റർസെക്ഷൻ ഒന്ന് പറയാൻ പറ്റുമോ? ഏതാ വരിക? 2 വരിക അല്ലെ മക്കളെ? കാരണം ബി എന്ന് പറയുന്നത് ഈവൺ നമ്പേഴ്സ് ആണ്, ഡി എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ആകെ ഒരേ ഒരു ഈവൺ പ്രൈം നമ്പറേ ഉള്ളൂ. ഒരൊറ്റ ഈവൺ പ്രൈം നമ്പറേ ഉള്ളൂ. വേറെ ഒരു പ്രൈം നമ്പേഴ്സും എന്തല്ല? ഈവൺ നമ്പർ അല്ല. നമുക്ക് ഒരേ ഒരു ഈവൺ പ്രൈം നമ്പേഴ്സേ ഉള്ളൂ. വേറെ ആരും എന്തല്ല? ഈവൺ പ്രൈം നമ്പേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ബി ഇന്റർസെക്ഷൻ ഡിയിൽ കോമൺ ആയിട്ട് വരുന്നത് ആരാണ്? 2 ആണ് കോമൺ ആയിട്ട് വരിക. കണ്ട. ദെൻ ലാസ്റ്റ് വണ് സി ഇന്റർസെക്ഷൻ ഡി. സി ഇന്റർസെക്ഷൻ ഡി നോക്കിയേ. സിയിൽ എവിടെ? സി എന്ന് പറയുന്നത് ഒറ്റസംഖ്യകളാണ്. ഡി എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിൽ നമുക്ക് ഇന്റർസെക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഒരു ഇത് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് സി എന്ന് പറയുന്ന എല്ലാ ഒറ്റസംഖ്യയും പെടും. ഡി എന്ന് പറയുമ്പോൾ അതിൽ 2 എന്ന് പറയുന്ന നമ്പർ ഒഴിച്ചു കഴിഞ്ഞാൽ, ഡിയിൽ 2 എന്ന് പറയുന്ന നമ്പർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നമ്പറും എന്താണ്? ഓഡ് നമ്പർ ആണ് അല്ലെ? നമുക്ക് ഒരേ ഒരു ഈവൺ പ്രൈം നമ്പറേ ഉള്ളൂ. ഏതാ? 2 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ നമ്പറുകളും എന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിയിലുള്ള എല്ലാ എലമെന്റും എവിടെ വരും? സിയിൽ വരും. ബട്ട് ഒരാളൊഴികെ. ആരൊഴികെ? 2 ഒഴികെ. അപ്പൊ 2 ഉണ്ടാവില്ല. അപ്പൊ ഡി എന്ന് പറയുന്നത് പ്രൈം നമ്പറിന്റെ അല്ല, സി ഇന്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് പ്രൈം നമ്പറിന്റെ സെറ്റ് ആണ്. പക്ഷെ അതിൽ ആരുണ്ടാവില്ല? 2 ഉണ്ടാവില്ല. അപ്പൊ ഓഡ് പ്രൈം നമ്പർ എന്ന് വേണമെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എക്സ്ക്ലൂഡിങ് 2 എന്ന് പറയാം. അഥവാ 2 അല്ലാത്ത എല്ലാ പ്രൈം നമ്പേഴ്സും. ഓക്കെ, അല്ലെങ്കിലോ ഓഡ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. ഓഡ് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ ആരില്ല? ഈവൺ നമ്പർ വരില്ല. അപ്പൊ സി ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 5 7 11 13 അഥവാ ഓഡ് പ്രൈം നമ്പർ. ഓഡ് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ ആരില്ല? 2 ഇല്ല. കാരണം 2 എന്താണ്? ഈവൺ പ്രൈം നമ്പർ ആണ്. ഒരേ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ ഈവൻ ആയിട്ട്, അത് 2 ആണ്. അപ്പൊ ബാക്കിയുള്ളതെല്ലാം ഓഡ് നമ്പർ ആണ്. അപ്പൊ മുകളിലുള്ളത് ഓഡ് നമ്പർ അല്ലേ? ആ ഓഡ് നമ്പറുകളൊക്കെ ഈ സിയിൽ ഉണ്ടാകും. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ കോമൺ അല്ലേ? അപ്പൊ ആ കോമൺ എടുക്കുമ്പോൾ ആരാണ് വരിക? ഡി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് 2 പോകണം. അഥവാ 2 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നമ്പറും എന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഓഡ് പ്രൈം നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. സി ഇന്റർസെക്ഷൻ ഡി എന്താണ്? ഓഡ് പ്രൈം നമ്പേഴ്സ്.